ഹരി ഓം. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പീതാംബരം കരവിരാജിത ശംഖചക്രാ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഥ ത്രിസപ്തതിതമോऽധ്യായः. ശ്രീശുക ഉവാച. ആയുധേ ദ്വേ സദാനുഷ്ടൗ ലീലയായുധി നിർജിതാ തേ നിർഗതാ ഗിരിദ്രോണ്യാ മലിനാ മലവാസസാ ക്ഷുക്ഷാമാശുഷ്കവദനാ സംരോധപരികർഷിതാ ദദൃശുസ്തേ ഘനശ്യാമം പീലകൗശേയവാസസം. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പത്മഹസ്തം ഗദാശങ്കാരതാംഗൈരുപലക്ഷിതം കിരീടഹാരകടകാകടിസൂത്രാംഗദാതികം പ്രാജദ്വരമണിഗ്രീവം നിവീതം മനമാലയാ പിബന്ധൈവ ചക്ഷുഭ്യാം ജിഹന്തൈവ ജിഹ്വയാ ജിഹ്രന്തൈവ നാസാഭ്യാം ജംഹന്തൈവ ബാഹുഭിः പ്രണേമുർഹത പാപ്മാനോ മൂർധഭീപാദയോധരേ കൃഷ്ണസന്ദർശനാഹ്ലാദ ദസ്തസംരോധനക്ലമാ പ്രശസം സുഹൃഷീകേശം ഗീർഭീ പ്രാഞ്ജലയോ നൃപ. രാജാനൂചു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയാ പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംസ്കൃതേ നൈനം നാഥാനസൂയാമോ മാഗതം മധുസൂദന അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജ്യച്യുതിർവിഭോ രാജൈശ്വര്യമതോന്നോ ന ശ്രേയോ വിന്ദതേ നൃപ ത്വന്മായാമോഹിതോ നിത്യാ മന്യതേ സമ്പദോചല മൃഗകൃഷ്ണാം യഥാ ബാലാ മന്യന്ത ഉദകാശയം ഏവം വൈകാരികീ മായാമയുക്താ വസ്തു ചക്ഷതേ വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ ജിഗീഷയാ സ്യാ ഇതരേതരസ്പൃഹ ഘനന്ദപ്രജാ സ്വ അതിനിർഘൃണാ പ്രഭോ മൃത്യും പുരസ്ത്വാ വിഗണയ്യം ദുർമദാ തയേവ കൃഷ്ണാ ജഗവീരരംഹസാ ദുരന്തവീര്യേണ വിചാലിതാ ശ്രിയാ കാലേന തന്വാ ഭവദാനകമ്പയാ വിനഷ്ടദർപ്പാസ്തരണൗ സ്മരാമദേ അഥോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വത്പദതാരുജാംബുവാ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രത്യജ കർണരോചനം തം ന സമാദിശോപായം ജനതേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേത് അവിസംസരതാമിഹ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച. സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈः താനാഹ കരുണസ്താദാ ശരണ്യശ്ലേഷ്ണയാ ഗിര. ശ്രീഭഗവാനുവാച. അദ്യ പ്രവൃത്തിവോ ഭൂപാ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാ ജായതേ ഭക്തിർബാഡമാശംസിതം തഥാ ദിഷ്ട്യാ വ്യവസിതം ഭൂപാ ഭവന്ത ഹൃതഭാഷിണാ ശ്രീയൈശ്വര്യമതോന്യാഹം പശ്യ ഉന്മാദകം നൃണാം. ഹൈഹയോ നകുശോ വേനോ രാവണോ നരകോപരേ ശ്രീമദാത് ഭ്രംശിതാസ്ഥാനാദ് ദേവദൈത്യനരേശ്വര ഭവന്ത ഏതദ്വിജ്ഞായ ദേഹാദ്യുത്പാദ്യമാന്തവത് മാം യജന്തോദ്വരൈർയുക്ത പ്രജാധർമ്മേണ രക്ഷത. സന്ത്വനന്ത പ്രജാതന്തൂൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ച സേവന്തോ മച്ചിത്ത വിചരിഷ്യഥ. ഉദാസീനാശ്ച ദേഹാദാ വാത്മാരാമാ ധൃതവ്രതാ
മയ്യാവേശ്യ മനഃസമ്യക് മാമന്ദേ ബ്രഹ്മയാസ്യഥ. ശ്രീശുക ഉവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവാൻ ഭുവനേശ്വര. തേഷാം നിയുക്ത പുരുഷാൻ സ്ത്രീയോ മജ്ജനകർമ്മിണി. സപര്യാം കാരയാമാസ സഹദേവേന ഭാരത. നരദേവോചിതൈർവസ്ത്രൈർഭൂഷണൈ ഹൃഗിലേവനൈ. ഭോജയിത്വാ വരാന്നേന സുസ്നാതാൻ സമലം കൃതാൻ. ഭോഗൈശ്ച വിവിധൈർയുക്താം താംബൂലാദ്യൈർനൃപോചിതൈ. തേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടലാഃ. വിരേജുർമോചിതാ ക്ലേശാദ് പ്രവൃഢന്തെ യഥാഗ്രഹം. രഥാൻ സദശ്വാനോരോപ്യ മണികാഞ്ചനഭൂഷിതാൻ. പ്രീണയ്യ സൂനൃതൈർവാക്യൈ സ്വദേശാൻ പ്രത്യയാപയത്. തയേവം മോചിതാ കൃച്ഛ്രാത് കൃഷ്ണേന സുമഹാത്മനാ. യയുസ്തമേവ ധ്യായന്ത കൃതാനി ച ജഗത്പദേ. ജഗതു പ്രവൃത്തിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം. യഥാന്വശാസത് ഭഗവാംസ്തദാ ചക്രൂരതന്ത്രിതാഃ. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ. പാർത്ഥാഭ്യാം സംയുതപ്രായാ സഹദേവേന പൂജിതാ. ഗത്വാ തേ ഖാണ്ഡവപ്രസ്ഥം ശംഖാന്തക് മൂർജിതാരയാ. ഹർഷയന്താസോ സുഹൃദോ ദുർഹൃദാം ചാസുഖാവഹാം. തത്ര ത്വാ പ്രീതമനസാ ഇന്ദ്രപ്രസ്ഥനിവാസിനാ. മേനിരേമാഗതം ശാന്തം രാജാ ചാപ്തമനോരഥാഃ. അഭിവന്ദ്യാഥ രാജാനം ഭീമാർജുനജനാർദ്ദന. സർവമാശ്രാവയാൻ ചക്രൂരാത്മനായതനുഷ്ഠിതം. നിശമ്യ ധർമ്മരാജസ്തത് കേശവേനാനുകമ്പിതം. ആനന്ദാശ്രുകലാമുഞ്ചൻ പ്രേമ്ണാനോവാച കിഞ്ചന. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ കൃഷ്ണാദ്യാഗമനേ ത്രിസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. സം സരസ്വത്यै നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ദശമം 73 ഇവിടെ എന്ന് പറയേണ്ടത്. ഭഗവാന്റെ പിൻബലത്താൽ ധർമ്മപുത്രർ രാജസൂയം നടത്തി. ധർമ്മപുത്രർക്ക് അജാതശത്രുവെന്ന നാമം അതുമൂലം ലഭിച്ചു. ജരാസന്ധനെ വധിക്കാനായി ഭഗവാൻ ഭീമനോടും അർജുനനോടും കൂടി ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധ രാജധാനിയായ ഗിരിവ്രജത്തിലെത്തി പറഞ്ഞു, അങ്ങ് മഹാദാനശീലനാണ്. ഞങ്ങൾക്ക് വേണ്ടത് ചോദിച്ചാൽ തരുമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ പറയാമെന്നു പറഞ്ഞ് ജരാസന്ധനെ കൊണ്ട് സമ്മതിപ്പിച്ച് ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടുകയും യുദ്ധത്തിൽ ഭീമനെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിക്കുകയും ചെയ്തു. അമേയാത്മാവും ഭൂതഭാവനനുമായ ഭഗവാൻ ജരാസന്ധപുത്രനായ സഹദേവനെ മഗധന്മാരുടെ രാജാവാക്കുകയും ബന്ധനസ്ഥരായ രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്തുവെന്ന് 72 അധ്യായത്തിൽ നാം കണ്ടു. ഗിരിദ്രോണി എന്ന പുരത്തിൽ ജരാസന്ധൻ ബന്ധിച്ച 20,800 രാജാക്കന്മാരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകിയ കഥ ശ്രീശുക ബ്രഹ്മർഷി 73 അധ്യായത്തിൽ പറയുന്നു. സ്നാന ഭോജനാദി ദിനചര്യകൾ ജയിൽവാസകാലത്ത് വേണ്ടവിധം ലഭിക്കാത്തതിനാൽ ക്ഷീണിച്ചവശരായി മലിന വസ്ത്രധാരികളായ രാജാക്കന്മാർ തങ്ങളെ രക്ഷിച്ച കരുണാനിധിയും നീലമേഘശ്യാമളനും
പീതാംബരധാരിയുമായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ചെന്നു കണ്ടു. അവർ കണ്ട കൃഷ്ണരൂപത്തെ ശ്ലോകം 3 മുതൽ 6 വരെ ഉള്ളതിൽ വർണ്ണിക്കുന്നു. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പത്മഹസ്തം ഗദാശംഖരഥാംഗൈരുപലക്ഷിതം കിരീടഹാരകടകടിസൂത്രാംഗദാജിതം ഭ്രാജദ്വരമണിഗ്രീവം നിവീതം വനമാലയാ പിബന്തൈവ ചക്ഷുർഭ്യാം ലിഖന്തൈവ ജിഹ്വയാ ജിഘ്രന്തൈവ നാസാഭ്യാം രംഭന്ത ഇവ ബാഹുഭിഃ പ്രണേമുർഹത പാപ്മാനോ മൂർധഭിഃ പാദയോർഹരേഃ. ശ്രീവത്സാങ്കിതമായ മാരടത്തോടുകൂടിയവനും ഭക്തന്മാർക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ഏകകാലത്തിൽ നൽകാനുള്ള 4 തൃക്കൈകളാലും ചിന്താമരാക്ഷനായും അതിമനോഹര മന്ദഹാസത്തോടുകൂടിയ മുഖത്തോടും ഏറ്റവും ശോഭിക്കുന്ന മകരകുണ്ടലങ്ങൾ ഗദ, ശംഖം, ചക്രം, താമര എന്നിവ 4 തൃക്കൈകളിൽ ധരിച്ചും കിരീടം, മുത്തുമാല, കടകം, വള, അരഞ്ഞാൺ, തോൾവള എന്നീ ആഭരണങ്ങൾ ധരിച്ച് കൗസ്തുഭരത്നം, വനമാല എന്നിവയാലും അലങ്കൃതനായ ശ്രീഹരിയെ കണ്ട് ദർശനമാത്രയിൽ പാപമറ്റവരായ രാജാക്കന്മാർ അതിസംഭ്രമത്തോടെ കൈകൾ കൂപ്പി ഭഗവത് പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടാൽ തങ്ങളുടെ സങ്കടങ്ങളെ നിശേഷം മാറ്റി രക്ഷിച്ച ആ കാരുണ്യവാനെ കണ്ണുകളാൽ പാനം ചെയ്യുന്നുവോ, നാവിനാൽ നക്കുന്നുവോ, ഘ്രാണേന്ദ്രിയത്താൽ വാസനിക്കുന്നുവോ, കൈകളാൽ ആലിംഗനം ചെയ്യുന്നുവോ എന്ന് തോന്നും. കൃഷ്ണദർശന സന്തോഷത്താൽ ജ്ഞാനാനന്ദനായ ദിവ്യസ്വരൂപത്തോടുകൂടിയ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അവർ സ്തുതിച്ചു. ശരണാഗതരുടെ സകല സങ്കടങ്ങളും തീർത്ത് രക്ഷിക്കുന്ന ഹേ നാശരഹിതനായ ഭഗവാൻ, നിന്തിരുവടിക്ക് നമസ്കാരം. ദേവദേവേശ, പ്രപന്നാർത്തിഹര, അവ്യയ ഭഗവാനെ, ഈ സംസാരാന്ധകാരത്തിൽ നിന്ന് വിരക്തരായി പാദപത്മങ്ങളെ ശരണം പ്രാപിച്ച് ഞങ്ങളെ രക്ഷിച്ചാലും. ഹേ നാഥ മധുസൂദന, ഈ ജരാസന്ധൻ്റെ നേർക്ക് ഞങ്ങൾക്ക് അസൂയയില്ല. എന്തെന്നാൽ രാജാക്കന്മാരുടെ രാജ്യനാശം അങ്ങയുടെ അനുഗ്രഹത്തിന് മാർഗമാകുന്നു. കാരണം ഐശ്വര്യം വർദ്ധിക്കും തോറും വിചാരശക്തി കുറഞ്ഞ് എന്തും പ്രവർത്തിക്കുന്നവർക്ക് ശ്രേയസ്സുണ്ടാകുന്നില്ല. അവിവേകം വർദ്ധിക്കുകയും അങ്ങയുടെ ജഗന്മോഹിനിയായ മായാശക്തിയാൽ ബന്ധനസ്ഥനായി നൃപൻ ക്ഷണഭങ്കുരങ്ങളായ സമ്പത്തുകൾ ശാശ്വതങ്ങളെന്ന് കരുതുകയും അങ്ങനെ നിത്യാനിത്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശക്തി നഷ്ടപ്പെട്ട് എന്തധർമ്മവും ചെയ്യുന്ന രാജാവിൻ്റെ ഐശ്വര്യം ഇല്ലാതാകുന്നു. താപം അധികരിക്കുമ്പോൾ സൂര്യകിരണങ്ങൾ തട്ടി മരുഭൂമിയിൽ ജ്വലിക്കുന്ന കാന്തി വിശേഷത്തെ കണ്ട് ജലാശയമെന്ന് തോന്നുന്നത് പോലെ ശബ്ദസ്പർശരൂപരസഗന്ധാദിരൂപേണ പരിണമിച്ചിരിക്കുന്ന നിന്തിരുവടിയുടെ മായയെ തിരിച്ചറിയാതെ കണ്ട് പ്രപഞ്ചവസ്തുക്കൾ ശാശ്വത പദാർത്ഥങ്ങളെന്ന് അവിദ്യാകാരന്മാർ വിചാരിക്കുന്നു. ഹേ സ്വാമിൻ, ഇതിനു മുൻപ് ഞങ്ങൾ ഐശ്വര്യമതത്താൽ വിചാരശക്തി നശിച്ചവരായി ഭവിച്ചതിനാൽ ഈ ഭൂമി മുഴുവൻ എൻ്റെ വശത്താക്കണമെന്ന ആശ കൊണ്ട് പരസ്പരം മത്സരിച്ച് സ്വപ്രജകളെ കഷ്ടപ്പെടുത്തി അവരുടെ പ്രാണഹാനിക്കത് കാരണമായി. ദണ്ഡധരനായ നിന്തിരുവടി മുൻഭാഗത്തുണ്ടെന്ന് സത്യം മനസ്സിലാക്കാതെ ദുരഹങ്കാരികളായി കഴിഞ്ഞു. എങ്ങനെയെന്നാൽ ആരിലും തടസ്സമില്ലാതെ പ്രവേശിക്കുന്ന കാലശക്തി ഞങ്ങളുടെ ഐശ്വര്യത്തെ തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വിവേകമുണ്ടായി, അവിടുത്തെ പാദസ്മരണ ഉണ്ടായി. രാജ്യയോഗം അനർത്ഥത്തിനും രാജ്യനാശം നിന്തിരുവടിയുടെ അനുഗ്രഹലാഭത്തിനും കാരണമാകുന്നുവെന്ന് ഞങ്ങൾക്ക് അനുഭവമായി. അതിനാൽ ഈ ലോകസുഖമോ സ്വർഗസുഖമോ ശാശ്വതമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഉഭയലോകസുഖം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പുനരാവർത്തിരഹിതമായ പദത്തെയാണ്
ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾ അർഹരല്ലെങ്കിൽ ആ കാലം വരുന്നതുവരെ ത്വത്പാദഭക്തി, ഇളകാത്ത ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്നവർ പ്രാർത്ഥിച്ചു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവവിധ പാപഹന്താവും നമസ്കരിക്കുന്നവരുടെ ജനന മരണക്ലേശത്തെ തീർക്കുന്നവനും സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനുമായ പരമാത്മാവായ ഹേ കൃഷ്ണ, ഹേ ഹരേ, ഹേ വാസുദേവ, ഹേ ഗോവിന്ദ, നിന്തിരുവടിക്കായിക്കൊണ്ട് എപ്പോഴും നമസ്കാരം. തന്നെ സ്തുതിച്ച രാജാക്കന്മാരോട് ഭഗവാൻ പറഞ്ഞ കാര്യം ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. ഹേ ഭൂമിപാലന്മാരെ, ഇന്നു മുതൽ നിങ്ങൾക്ക് ആഗ്രഹപ്രകാരമുള്ള ഭക്തി അഖിലനാഥനും പരമാത്മാവുമായ എന്നിൽ ഇളക്കമില്ലാത്തതായി ആ ഭക്തി ഭവിക്കും. എന്നെ ഭജിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് ഉചിതം തന്നെ. ഐശ്വര്യമതം കൊണ്ട് മനുഷ്യന് ഉന്മത്തഭാവമുണ്ടാകുന്നു. ഹേ ഹേ കുലജാതനായ ചക്രവർത്തി കാർത്തവീര്യൻ ശ്രീമതം കൊണ്ട് ജമദഗ്നിയുടെ കാമധേനുവിനെ ഹരിച്ചതിനാൽ പരശുരാമനാൽ ഹനിക്കപ്പെട്ടു. ഇന്ദ്രപ്പട്ടം കിട്ടിയ നഹുഷൻ ശചീ സംഗമത്തിനായി സപ്തർഷികളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചതിനാൽ അവരുടെ ശാപത്താൽ മലമ്പാമ്പായി. വേനൻ ബ്രാഹ്മണ ശാപത്താൽ സ്ഥാനഭ്രംശമുണ്ടായി. രാക്ഷസ രാജാവായ രാവണൻ സീതാപഹരണത്താൽ രാമനാൽ കൊല്ലപ്പെട്ടു. നരകാസുരൻ അതിഥിയുടെ കുണ്ടലം അപഹരിക്കുക തുടങ്ങിയ ദുഷ്പ്രവൃത്തികളാൽ എന്നാൽ തന്നെ കൊല്ലപ്പെട്ടു. ഇതുപോലെ മറ്റു പല രാജാക്കന്മാരും ദേവന്മാരും അസുരന്മാരും ശ്രീമതദോഷത്താൽ സ്ഥാനഭ്രഷ്ടരായിട്ടുണ്ട്. ഐശ്വര്യമതം അനർത്ഥകാരണമെന്ന് നിങ്ങൾ പറഞ്ഞത് സത്യം. ഉണ്ടായതൊക്കെ ഇല്ലാതാകുന്നതാണെന്നറിഞ്ഞ് അപ്രമത്തരായി പുണ്യകർമ്മങ്ങളായ യാഗാദികളാൽ എന്നെ ആരാധിച്ച് കുലധർമ്മമായ പ്രജാപരിപാലനം ഭംഗിയായി ചെയ്തു വസിക്കുവിൻ. ഗൃഹസ്ഥാശ്രമികളായി സൽപ്രജകളെ ഉൽപ്പാദിപ്പിച്ച് സുഖദുഃഖങ്ങൾ വൃദ്ധിക്ഷയങ്ങൾ എന്നിങ്ങനെ വന്നു ചേരുന്നവയെല്ലാം ഒരേപോലെ അനുഭവിക്കുവിൻ. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് സ്വേച്ഛയാ സഞ്ചരിക്കുവിൻ. ദേഹാദികളെ സംബന്ധിക്കുന്ന സകല വ്യാപാരങ്ങളിലും ഉദാസീനരായി ആനന്ദസ്വരൂപനായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് കാലം കഴിക്കുക. ഈ ശരീരനാശത്തിൽ സർവാത്മാവായിരിക്കുന്ന എന്നെ തന്നെ നിങ്ങൾ പ്രാപിക്കും. ശ്രീ ശുകബ്രഹ്മർഷി തുടർന്നു പറയുന്നു. ആ രാജാക്കന്മാരുടെ സംസാര സങ്കട നിവർത്തിക്കും ആനന്ദപ്രാപ്തിക്കുമുള്ള മാർഗം ഉപദേശിച്ച ശേഷം അവരെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കാൻ ഭഗവാൻ ഏർപ്പാടാക്കി. ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത മാർഗത്തെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതം സഫലമായി വരുന്നു. പിന്നെ സഹദേവനെ കൊണ്ട് രാജകീയ വസ്ത്രാഭരണ മാല്യ ചന്ദനാദികൾ കൊടുപ്പിച്ച് വേണ്ടുന്ന പൂജകൾ ചെയ്തു. വിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങളോടുകൂടിയ അന്നം കൊടുത്ത് താമ്പൂലാദി ബഹുവിധ ഭോഗങ്ങളാൽ സൽക്കരിപ്പിച്ചു. ഏറ്റവും ശോഭയുള്ള കുണ്ടലാദ്യാലങ്കാരങ്ങൾ ധരിച്ച് ശോഭിക്കുന്നവരും ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുമായ ആ രാജാക്കന്മാർ ശരത്കാല ആരംഭത്തിൽ മേഘ നിർമുക്തങ്ങളായ സൂര്യാദിഗ്രഹങ്ങൾ എന്ന പോലെ ആനന്ദഭരിതരായി പ്രകാശിച്ചു. രത്നസ്വർണാദി കൊണ്ട് അലങ്കരിച്ച് ശ്രേഷ്ഠമായ കുതിരകളെ പൂട്ടിയിരിക്കുന്ന ഉത്കൃഷ്ട വാഹനങ്ങളിൽ അവരെ കയറ്റി സംതൃപ്തമായ വാക്കുകളാൽ സന്തോഷിപ്പിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് യാത്രയാക്കി. അവരോ കാരുണ്യമൂർത്തിയായ ദുഃഖനാശകനായ ഭഗവാൻ തങ്ങളെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റി അനുഗ്രഹിച്ചതും ജരാസന്ധവധത്തെയും തങ്ങളെ സ്നാനം ചെയ്യിപ്പിക്കുക തുടങ്ങിയ ഔദാര്യപൂർവമായ പ്രവൃത്തികളെയും ധ്യാനിച്ചുകൊണ്ട് സ്വദേശങ്ങളിലേക്ക് മടങ്ങി. തങ്ങളുടെ ദേശത്തിലെത്തിയ അവർ പ്രജകളോട്
ഭക്തവത്സലനും കാരുണ്യമൂർത്തിയുമായ ഭഗവാന്റെ അപ്രാകൃത വൈഭവത്തെയും പ്രവൃത്തികളെയും കീർത്തിച്ചു പറഞ്ഞു. ഭഗവാന്റെ ഉപദേശങ്ങൾ ശിരസാ വഹിച്ച് അവർ ജീവിച്ചു. ഇങ്ങനെ ഭഗവാൻ ഭീമസേനെ കൊണ്ട് ജരാസന്ധൻ വധം നടത്തി. അർജുനനോടും ഭീമസേനോടും കൂടി തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ സഹദേവൻ നമസ്കാരാദി പൂജകൾ ചെയ്തു. അവൻ്റെ പൂജ സ്വീകരിച്ച് ഭഗവാൻ മടങ്ങി. സ്വഭക്തന്മാർക്കും ബന്ധുക്കൾക്കും സന്തോഷത്തെയും സ്വശത്രുക്കൾക്ക് അസൂയാദി ദോഷക്തന്മാർക്കും അസുഖത്തെ ജനിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണാദികൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രവേശിച്ച് ശംഖങ്ങൾ ധ്വനിപ്പിച്ചു. ഈ പാഞ്ചജന്യ ശംഖധ്വനി കേട്ട മാത്രയിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങൾ സന്തോഷാധിക്യമുള്ളവരായി ജരാസന്ധൻ ഹനിക്കപ്പെട്ടുവെന്ന് നിശ്ചയിച്ചു. തൻ്റെ മനോരഥം നടന്നതിൽ രാജാവായ യുധിഷ്ഠിരനും സന്തോഷിച്ചു. ഭീമൻ, അർജുനൻ, ശ്രീകൃഷ്ണൻ ഇവർ മൂവരും യുധിഷ്ഠിരനെ ചെന്ന് കണ്ട് തങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും ധരിപ്പിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ കാണിച്ച ആ കാരുണ്യത്തെ കേട്ട് ധർമ്മപുത്രർ പ്രേമാധിക്യത്താൽ ആനന്ദബാഷ്പം ഒഴുക്കിക്കൊണ്ട് നിന്നു. മറ്റൊന്നും പറയുവാൻ ശക്തനാകാതെ ഭഗവാനെ തന്നെ നോക്കി നിന്നു എന്നു പറഞ്ഞുകൊണ്ട് 73-ാം അധ്യായം സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ പറഞ്ഞ വാക്കുകളെ ഭഗവത് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.